ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്കെല്ലാം തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഭഗവാനായിട്ട് നിങ്ങളിലോട്ട് നിയോഗമായിട്ട് തന്നിട്ടുള്ള ഒരു വർക്കാണ്. അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ സ്പിരിച്വൽ വർക്കുകളെല്ലാം വളരെ ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് എന്നിവിടെ ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്വയം അർപ്പണം നടത്തി ഇതിൽ നിൽക്കുന്നതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ നിൽക്കുന്നതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ ആത്മസമർപ്പണത്തിനും അതുപോലെ ഫലേച്ഛ കൂടാതെയുള്ള ഈ പ്രവർത്തനങ്ങൾക്കുമുള്ള സ്നേഹവും പരിഗണനയും എല്ലാം ഭഗവാൻ നിങ്ങളോട്ട് തരുന്നതാണ് എന്നുള്ളൊരു ഉറപ്പും കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ഓരോ ആക്ഷനുമുള്ള റിവാർഡ് ഡിവൈൻ ടൈം ആകുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങളിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിച്ചു തരുന്നതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പേഷ്യൻസ് ആണ് കാർഡ് കേട്ടോ. ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. പിന്നെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഒരു ആരാധനാലയത്തിൽ പോയി ഭഗവാനെ കാണുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാനോടുള്ള അകമഴിഞ്ഞ നിറഞ്ഞൊഴുകുന്ന ശാശ്വതമായ ആ വികാരം തന്നെയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അതിൽ ഭഗവാൻ പരിപൂർണ തൃപ്തനാണ് എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് അവിടെ ചെല്ലാൻ പറ്റുന്നില്ലല്ലോ, എത്തിച്ചേരുന്നില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് നടക്കണ്ട എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട്. നിങ്ങളുടെ ഭക്തിയും സ്നേഹവും എല്ലാം ഭഗവാൻ അനുഭവിക്കുന്നുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ അകമഴിഞ്ഞ ഭക്തിക്കും പ്രവർത്തനങ്ങൾക്കും നിങ്ങളിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സഹായങ്ങളും ഹീലിങ്ങും പുതിയ പുതിയ അവസരങ്ങളും ലൈഫിലേക്ക് വരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ പ്രവൃത്തികളെയും ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെല്ലാം ഉള്ള റിവാർഡ് തരുന്നതാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഗീത ഡെക്കിലെ കാർഡ് എന്ന് പറയുന്നത് ട്രാൻസ് മൈഗ്രേഷൻ ആണ്. അതായത് നിങ്ങളുടെ സോൾ ഇപ്പോൾ ഒരു പുതിയ ഒരു ജേണിയിലാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണോ നിങ്ങൾ സോൾ പ്ലാൻ എടുത്ത് ഈ ജന്മം എടുത്ത് സ്വീകരിച്ച് വന്നിട്ടുള്ളത്, അതിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുന്നു, അതിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. ഇത്രയും നാളത്തെ നിങ്ങളല്ല, ഇനി ഒരു പുതിയ ജന്മത്തിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ നിങ്ങൾ സ്വയം അംഗീകരിക്കുക എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജാണ് ഇവിടെ നമുക്ക് ഗീത ഡെക്കിൽ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ്, ശ്രീകൃഷ്ണ മെസ്സേജ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.